അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കൂടുതൽ കൂടുതൽ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുവാനും കൂടുതൽ ആത്മീയമായ തലങ്ങളിലേക്ക് ഉയരുവാനുമുള്ള കഠിനമായ പരിശ്രമങ്ങളാണ് നാം ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് അവൻ്റെ ആത്മീയമായ മണ്ഡലങ്ങളിലും അവൻ്റെ പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിലുമെല്ലാം വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സംഗതിയാണ് എന്നതിൽ തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒരു മഹാത്ഭുതമാണ്. പ്രത്യേകിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചിട്ടുള്ള വിട്ടുവീഴ്ചകളും അനുകമ്പയും അതുപോലെയുള്ള കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ലോകത്ത് ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ഇത്രമാത്രം വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുമോ, ഇത്രമാത്രം അനുകമ്പ ഉള്ള മനസ്സിൻ്റെ ഉടമയാകാൻ സാധിക്കുമോ, ഇത്രമാത്രം കാരുണ്യം ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന പല രംഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഏതാനും ചില ചരിത്ര ശകലങ്ങളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചക ജീവിതത്തെ വിലയിരുത്തിയത് നമ്മൾ ആദ്യം പരിശോധിക്കണം. എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്? പ്രവാചകൻ്റെ സ്വഭാവ ഗുണവിശേഷണങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞു, വകാന ഖുൽഖുഹു അൽ ഖുർആൻ. പ്രവാചകൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് വിശുദ്ധ ഖുർആനാണ്. അഥവാ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന വിട്ടുവീഴ്ചകളും കാരുണ്യവും അനുകമ്പയും എല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ ജീവിതത്തിലേക്ക് പ്രയോഗവൽക്കരിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാരോട് വിട്ടുവീഴ്ച കാണിക്കാനും അനുകമ്പയോടുകൂടി പെരുമാറാനും കാരുണ്യത്തോടുകൂടി വർത്തിക്കാനും എത്രയെത്ര നിർദ്ദേശങ്ങളാണ് അള്ളാഹു ഖുർആനിലൂടെ നൽകിയിട്ടുള്ളത്. എത്രയെത്ര ആയത്തുകളാണ്. ആ ആയത്തുകളുടെയെല്ലാം സാരാംശം തൻ്റെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്ത, അത് മാലോകർക്ക് ജീവിച്ച് കാണിച്ചു കൊടുത്ത ഒരു മഹാ വ്യക്തിത്വമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് പ്രവാചക ജീവിതത്തിൽ അത്യുത്തമമായ മാതൃകയുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മളെല്ലാം പതറിപ്പോകുന്ന, നമ്മളെല്ലാം വൈകാരികമായി പ്രതികരിച്ചേക്കാവുന്ന എത്രയെത്ര സന്ദർഭങ്ങൾ, ആ സന്ദർഭങ്ങൾ പ്രവാചകൻ വിട്ടുവീഴ്ച കാണിച്ചതിൻ്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുകമ്പ കാണിച്ചതിൻ്റെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തോടുകൂടി പെരുമാറിയതിൻ്റെ എത്ര ഉദാഹരണങ്ങൾ. മക്കം ഫത്ഹിൻ്റെ ചരിത്രം നമുക്കറിയാം. ഹിജ്റ 8ാമത്തെ വർഷത്തിലാണ് മക്ക ഇസ്ലാമിക രാജ്യമായി തീരുന്നതും മുസ്ലിമീങ്ങൾ അവിടെ ജയിച്ചെടുക്കുന്നു. ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ജയിച്ചെടുക്കുന്നത്. ആ മക്കയിൽ അന്ന് വസിച്ചിരുന്നവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിച്ച പ്രഥമഘട്ടത്തിൽ പ്രവാചകനെയും പ്രവാചകൻ്റെ അനുയായികളെയും വകവരുത്തുവാനും പീഡിപ്പിക്കുവാനും എല്ലാ മാർഗങ്ങളും പയറ്റി അത് ആ പക മനസ്സിൽ കൊണ്ടു നടക്കുന്ന ശത്രുക്കളാണ് മക്കയിലുണ്ടായിരുന്നത്. അവസാനം പ്രവാചകനെ വധിക്കുവാൻ പദ്ധതിയിടുന്നു. പ്രവാചകൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു, ഹിജ്റ പോകുന്നു.
സംഭവം നമുക്കറിയാം. അതിനു പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് അമ്മാറിനെയും യാസിറിനെയും റളിയല്ലാഹു അൻഹുമ ആ കുടുംബത്തെ പീഡിപ്പിക്കുന്നു, ബിലാൽ റളിയല്ലാഹുവിനെ പീഡിപ്പിക്കുന്നു, അബൂബക്കർ റളിയല്ലാഹുവിനു നാട് വിട്ടു പോകേണ്ട അവസ്ഥയുണ്ടാകുന്നു എന്നു വേണ്ട മുസ്ലിമീങ്ങളെ അതികഠിനമായി പീഡിപ്പിച്ച ആളുകളാണ്. അതിനു പുറമെ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളെ അംഗവിച്ഛേദം നടത്തുകയും അൻസാരികളെ പ്രത്യേകിച്ചും അവർ വധിച്ചു കളയുകയും ഒരുപാട് അൻസാരികളെ അവർ പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്ത ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്നു മക്കയിൽ അന്ന്, മക്കം ഫത്തഹിൻ്റെ അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് അവരോട് ചെയ്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികാരമുണ്ടാകുമെന്നുള്ളത് അവർക്കറിയാം, അതവർ പ്രതീക്ഷിച്ചതുമായിരുന്നു. കാരണം അത്രമാത്രം വലിയ പ്രയാസങ്ങളും പീഡനങ്ങളുമാണ് പ്രവാചകനെയും പ്രവാചകൻ്റെ അനുയായികളെയും അവർ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്തായിരിക്കും പ്രവാചകൻ്റെ പ്രതിക്രിയ? എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരിക്കും അവരോട് പ്രതികരിക്കുക? ഇത് പ്രതീക്ഷിച്ച് ചില സഹാബിമാരെങ്കിലും ആ പ്രതികാരദാഹത്തോടുകൂടി യൗമുൽ മൽഹമ, ഇന്ന് ഇറച്ചിയുടെ ദിവസമാണ്, അഥവാ മാംസത്തിൽ പണിയെടുക്കുന്ന കൈകാര്യം ചെയ്യപ്പെടുന്ന ദിവസമാണ് എന്നെല്ലാം കുറച്ച് വൈകാരികമായി ചില ആളുകൾ പ്രതികരിച്ചപ്പോഴും ലോകത്തിൻ്റെ കാരുണ്യമായ റഹ്മത്തുൽ ലിൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം എന്താണ്? ഇന്ന് മൽഹമയുടെ ദിവസമല്ല, യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ്. തന്നോട് പകയോടും വിദ്വേഷത്തോടും വളരെ അക്രമപരമായിക്കൊണ്ടും പെരുമാറിയ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബൂ അൻതുമുത് തുലഖ, നിങ്ങൾ പൊയ്ക്കൊള്ളൂ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങളോട് ഇന്ന് യാതൊരു പ്രതികാരവുമില്ല. ഏതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി പരിശ്രമിച്ച തൻ്റെ സഹോദരന്മാരോട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിട്ടുവീഴ്ച ചെയ്തു ക്ഷമിച്ചു, സഹവർത്തിത്വത്തോടുകൂടിയും അനുകമ്പയോടുകൂടിയും സഹാനുഭൂതിയോടും പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാതൃക ഞാൻ സ്വീകരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ നോക്കണം, പ്രവാചകൻ്റെ വിട്ടുവീഴ്ചയും സഹിഷ്ണുതയും എത്രമാത്രമുണ്ട്. ആ ദിവസം മക്കം ഫത്തഹിൻ്റെ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമീങ്ങൾ അങ്ങേയറ്റം കഠിനമായിക്കൊണ്ട് ദ്രോഹിച്ചിരുന്ന ചില ആളുകളെ പേരെടുത്തുകൊണ്ട് അവരെ നിങ്ങൾക്ക് വധിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ഇക്രിമ. അബൂജഹലിൻ്റെ മകനാണ് ഇക്രിമ. ആ ഇക്രിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ പിടിയിലകപ്പെടുമെന്ന് വിചാരിച്ച് മക്കം വിട്ടോടുകയാണ്. ഓടുന്ന വഴിയിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട നിരപരാധികളെ അദ്ദേഹം വീണ്ടും വധിച്ചു. മക്കം ഫത്തഹിൻ്റെ അന്ന് രാജ്യം വിട്ടോടുമ്പോൾ അദ്ദേഹം വീണ്ടും വധിച്ചു. അവസാനം കയറിയ കപ്പലിൽ അതങ്ങോട്ടും ഇങ്ങോട്ടും ആടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അത് ചിന്തിച്ച് ബോധോദയമുണ്ടായ മക്കയിലേക്ക് തിരിച്ചു വരുന്നു ഇക്രിമ. പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് ഇക്രിമ കയറി വരുന്ന രംഗം ചരിത്രത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റം പകവെച്ച് പുലർത്തിയ പ്രവാചകൻ്റെ കൊടിയ ശത്രുവായ അബൂജഹലിൻ്റെ മകൻ അയാൾ കയറി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ വലാ തസബ്ബുൽ അംവാത്ത്, നിങ്ങൾ മരണപ്പെട്ടവരെ ഒരിക്കലും ചീത്ത പറയരുത്. എന്തുകൊണ്ടാണ് പ്രവാചകൻ അങ്ങനെ പറയാൻ കാരണം? ഇദ്ദേഹത്തിൻ്റെ പിതാവ് അബൂജഹൽ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു കാര്യം ഇപ്പോൾ ഓർത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ചിലപ്പോൾ ദുഃഖമുണ്ടാകും, പ്രയാസമുണ്ടാകും. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നിങ്ങൾ മരണപ്പെട്ടവരെ ചീത്ത പറയരുത്, ഭത്സിക്കരുത്. ഇക്രിമ അദ്ദേഹം വരുന്നു, മുസ്ലിമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു. പോകുന്ന വഴിയിൽ പോലും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിമീങ്ങളെ കൊന്ന വ്യക്തിയാണ് അദ്ദേഹം. പ്രവാചകൻ മാപ്പ് കൊടുക്കുന്നു. സഹിഷ്ണുതയുടെ പ്രവാചക പാഠത്തേക്കാൾ ഉന്നതമായ ഏറ്റവും മൂല്യവത്തായ
സന്ദേശങ്ങളും പാഠങ്ങളും ലോകത്ത് എവിടെയാണ് നമുക്ക് ലഭിക്കുക? ഏതൊരു നേതാവിൻ്റെ ചരിത്രത്തിലാണ് നമുക്കിത് കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പോലെ സഹാനുഭൂതിയോടുകൂടി, കരുണയോടുകൂടി, സ്നേഹത്തോടുകൂടി ശത്രുവിനോട് പോലും പെരുമാറിയ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നു. പ്രവാചകൻ മരത്തണൽ വിശ്രമിക്കുന്നു. തൻ്റെ വാള് ഒരു മരത്തിൻ്റെ മുകളിൽ പ്രവാചകൻ തൂക്കിയിട്ടിരിക്കുന്നു. യാത്രാക്ഷീണം നിമിത്തം പ്രവാചകൻ ഒന്ന് മയക്കത്തിലേക്ക് വീണുപോയി. ആ സന്ദർഭം മുതലെടുത്ത് ഒരു ശത്രു പ്രവാചകൻ്റെ വാൾ കൈവശപ്പെടുത്തുന്നു. പ്രവാചകനെ തോണ്ടി വിളിക്കുന്നു. എന്നിട്ട് ചോദിച്ചു, മയ്യംനഉക മിന്നി. ഈ ഒരു സന്ദർഭത്തിൽ ഈ വാളിൽ നിന്ന് ആരാണ് നിങ്ങളെ കാത്തുരക്ഷിക്കുക? ആരാണ് നിങ്ങളെ രക്ഷിക്കാനുണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂസലില്ലാതെ മറുപടി പറഞ്ഞു, അല്ലാഹ്. അള്ളാഹു എന്നെ രക്ഷിക്കും. ആ മറുപടി കേട്ട ശത്രു സ്തബ്ധനായി നിന്നു പോകുന്നു. വാൾ താഴെ വീഴുന്നു. ചരിത്രം നമുക്ക്, ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. ആ മനുഷ്യനെ നബി എന്താണ് ചെയ്തത്? തന്നെ കൊല്ലാൻ വേണ്ടി വന്ന, വധിക്കാൻ വേണ്ടി വന്ന, താൻ ഉറങ്ങിക്കിടക്കുമ്പോൾ തൻ്റെ വാൾ കൈവശപ്പെടുത്തിയ വ്യക്തിയെ പ്രവാചകൻ എന്തു ചെയ്തു? പ്രവാചകൻ അദ്ദേഹത്തെ വിട്ടുകൊടുത്തു, മാപ്പാക്കി. സഹിഷ്ണുതയുടെ അമൂല്യമായ, അനിർവചനീയമായ, അതിൻ്റെ വ്യാഖ്യാനങ്ങളില്ലാത്ത എത്ര സുന്ദരമായ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നത്. തൻ്റെ അനുയായികൾ തെറ്റു ചെയ്താൽ എത്ര മാന്യമായി പ്രവാചകൻ പ്രതികരിക്കുന്നു. ഒരു വ്യക്തി പള്ളിയിൽ വന്ന് മൂത്രമൊഴിക്കുന്നു. പള്ളി എത്രമാത്രം പരിശുദ്ധമാണ്, അതും പ്രവാചകൻ്റെ പള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച പള്ളി എത്രമാത്രം പരിശുദ്ധമാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കയറി വരാറുള്ള പള്ളി, സഹാബത്ത് വസിക്കുന്ന പള്ളി, അസ്ഹാബ് സുഫത്ത് താമസിക്കുന്ന പള്ളി, പ്രവാചകൻ 5 നേരം നമസ്കരിക്കുന്ന പള്ളി എത്രമാത്രം മഹനീയമാണ്. ആ പവിത്രമായ സ്ഥലത്ത് ഒരു അറാബിയായ ആൾ വന്ന് മൂത്രമൊഴിക്കുന്നു. എന്തായിരുന്നു പ്രവാചകൻ്റെ പ്രതികരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് കുറച്ച് വൈകാരികമായി പ്രതികരിച്ചു. അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു പ്രവാചകൻ പറഞ്ഞു, ദാ, നിങ്ങൾ അവരെ വിട്ടേക്കുക. അദ്ദേഹം മൂത്രമൊഴിക്കാൻ പൂർണ്ണമായി ഒഴിക്കട്ടെ. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു പ്രവാചകൻ. ഇത് പള്ളിയാണല്ലോ, ഇവിടെ അള്ളാഹുവിൻ്റെ ദിക്റുകളും ദുആകളുമാണല്ലോ നടക്കേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് വളരെ സൗമ്യമായ, വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്ന അദ്ദേഹം മുസ്ലിമാകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയുള്ള ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, നീ ഏറ്റവും നല്ലതുകൊണ്ട് ശത്രുവിനോട് നേരിടുക. ഫൈദല്ലദി ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയുൻ ഹമീം. അങ്ങനെയാകുമ്പോൾ നിൻ്റെ ഏത് ശത്രുവും നിൻ്റെ ആത്മമിത്രമാക്കി മാറ്റിയെടുക്കാൻ, ഏത് ശത്രുവിനെയും ആത്മമിത്രമാക്കി മാറ്റിയെടുക്കാൻ നിനക്ക് സാധിക്കുമെന്ന വിശുദ്ധ ഖുർആനിൻ്റെ നിർദ്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചിട്ടുള്ളത്. എത്ര സംഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തുമൊത്ത് നടക്കുന്നു. പ്രവാചകൻ്റെ ചുമലിൽ ഒരു ഷാളുണ്ട്, ഒരു മുണ്ടുണ്ട്. കുറച്ച് പരിക്കനാണ് മുണ്ട്. ഈ അറാബിയായ മനുഷ്യൻ വന്ന് ആ മുണ്ട് വലിക്കുന്നു, ശക്തമായി വലിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേനിയിൽ ആ മുണ്ടിൻ്റെ അതിൻ്റെ പരുക്കൻ സ്വഭാവം കാരണം അടയാളമുണ്ടാകുന്നു. പ്രവാചകൻ്റെ പൂമേനി ചുവന്നു പോകുന്നു. സഹാബത്തിന് ദേഷ്യം വന്നു. എന്തൊരു അദബുകേടാണ്, മര്യാദക്കേടാണ് ഇയാൾ പ്രവാചകനോട് കാണിച്ചത്. യാ മുഹമ്മദ്, നിങ്ങൾക്ക് അള്ളാഹു സമ്പത്ത് നൽകിയതിൽ നിന്ന് എനിക്കും കുറച്ച് തരൂ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പ്രവാചകൻ വളരെ സൗമ്യനായി, പക്വതയോടുകൂടി, സഹിഷ്ണുതയോടുകൂടി ആ മനുഷ്യനോട്, അദ്ദേഹത്തിൻ്റെ ചോദ്യത്തോട് പ്രവാചകൻ പ്രതികരിക്കുന്നു. സഹാബത്തിന് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന് വല്ലതും കൊടുത്തേക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പ്രതികാരമെടുത്തില്ല. ഖൈബറിൽ വെച്ച് തന്നെയും സഹാബത്തിനെയും വധിക്കാൻ വേണ്ടി പദ്ധതിയിട്ട് ആടുമാംസത്തിൽ വിഷം കലർത്തിയ പെണ്ണ്, ജൂതസ്ത്രീ, എന്തായിരുന്നു പ്രവാചകൻ്റെ പ്രതികരണം? ബിശ്ർ റളിയല്ലാഹു അൻഹു മരിച്ചു വീണു പ്രവാചകൻ്റെ മുമ്പിൽ. അവിടുത്തെ വഫാത്തിൻ്റെ വേളയിൽ വരെ ആ ഒരു വിഷം പ്രവാചകൻ്റെ
തൊണ്ടക്കുഴിയിൽ റസൂലുള്ളാഹിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ വിഷമായിരിക്കും അത്. പക്ഷെ പ്രവാചകൻ എന്തു ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ പുറത്തു കൊടുത്തു. പ്രവാചകൻ അവരെ വിട്ടുകളഞ്ഞു. പക്ഷെ ബിശ്ർ റളിയല്ലാഹു അൻഹു പിന്നെ കൊന്നല്ലോ, അതിന് പ്രതിക്രിയയായിക്കൊണ്ട് പ്രവാചകൻ അവരെ വധിച്ചു. അതല്ലാതെ പ്രവാചകനോട് ചെയ്ത അപരാധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരം ചോദിച്ചിട്ടില്ല. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. ചുരുക്കത്തിൽ സഹിഷ്ണുതയുടെ പ്രവാചക പാഠങ്ങൾ പറയാൻ എമ്പാടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യമാരോട്, തൻ്റെ മക്കളോട്, തൻ്റെ അനുയായികളോട്, തൻ്റെ പ്രജകളോട് അഥവാ തൻ്റെ ഭരണത്തിന് കീഴിലുള്ള ആളുകളോട്, തൻ്റെ സഹാബിമാരോട്, ശത്രുക്കളോട്, തന്നെ കൊല്ലാൻ വന്നിട്ടുള്ള, വധിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളോട്, എല്ലാവരോടും, മക്കയിൽ നിന്ന് പ്രവാചകനെ വധിക്കാൻ വേണ്ടി മാത്രം ചട്ടം കെട്ടി വന്ന ചില ശത്രുക്കൾ, അവരെ പ്രവാചകൻ വിവരം കിട്ടി, ഇന്ന ആൾ ഇന്ന മക്കയിൽ നിന്ന് ഇന്ന ആവശ്യത്തിന് വന്നിരിക്കുന്നു. പ്രവാചകൻ അദ്ദേഹത്തെ കടന്നു വരുമ്പോൾ വളരെ സൗമ്യനായി പക്വതയോടുകൂടി പെരുമാറുന്നു. എന്തിനാണ് നിങ്ങൾ വന്നത്? അയാൾ വന്ന ആവശ്യം പറയുന്നു, കള്ളം പറയുന്നു. പ്രവാചകൻ ചോദിച്ചു, നിങ്ങളുടെ അരയിലുള്ള കടാരി എന്തിനാണ്? അതിതിനു വേണ്ടിയാണോ? അയാൾക്ക് സത്യം മനസ്സിലായി. മക്കയിൽ താനും തൻ്റെ കൂട്ടുകാരനും മാത്രം അറിഞ്ഞ് തീരുമാനമെടുത്ത ഒരു കാര്യം മദീനയിലിരിക്കുന്ന പ്രവാചകൻ എങ്ങനെ അറിഞ്ഞു? അത്ഭുതമാണ്. അദ്ദേഹം മുസ്ലിമായി. ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടിയ ശത്രുക്കളായിരുന്ന ആളുകളെപ്പോലും പ്രവാചകൻ തൻ്റെ സ്വഭാവ മഹിമ കൊണ്ടും സഹിഷ്ണുതയുടെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടും തൻ്റെ അനുയായികളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഒരു നേതാവിനും കഴിയാത്ത അതുല്യമായ ശേഷിയും അതുല്യമായിട്ടുള്ള കഴിവുമാണ് പ്രവാചകൻ ഈ രംഗത്ത് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ പഠിക്കുക, പ്രവാചക ജീവിത പാഠങ്ങൾ പകർത്തുക, അത് ഈ റമദാനിൽ കൂടുതൽ ആത്മീയമായ ചൈതന്യവും ഈമാനും തഖ്വയും വർദ്ധിക്കുവാൻ നമുക്കുള്ള ഒരു പ്രചോദനമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള പ്രവാചകൻ്റെ ഉത്തമരായ അനുയായികളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പുകളും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ ആരാധനകളുമെല്ലാം അല്ലാഹു എല്ലാവിധ പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് പൂർണ്ണമായ രീതിയിൽ പ്രതിഫലം ലഭിക്കുന്ന, സ്വർഗത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.